തൊടുപുഴ നഗരസഭാ ഭരണം യുഡിഎഫിന്. കോൺഗ്രസിലെ കെ ദീപക് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 12-നെതിരെ 14 വോട്ടുകൾക്കാണ് വിജയം. തെരഞ്ഞെടുപ്പിൽ നിന്ന് ബിജെപി കൗൺസിലർമാർ വിട്ടുനിന്നു. ഭൂരിപക്ഷമുണ്ടായിട്ടും രാഷ്ട്രീയ അനിശ്ചിതത്വവും ഗ്രൂപ്പിസവും കാരണം 4.5 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന യുഡിഎഫ് ഒടുവിലാണ് തൊടുപുഴ നഗരസഭയുടെ ഭരണം തിരിച്ചുപിടിച്ചത്. കോൺഗ്രസിലെ കെ ദീപക് നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ 34 അംഗങ്ങളുള്ള നഗരസഭയിൽ LDFന്റെ 12 വോട്ടുകൾക്കെതിരെ 14 വോട്ടുകളുമായാണ് ദീപക് നഗരസഭാ ചെയർമാനായത്. BJPയുടെ 8 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കുറച്ചു കാലം മാത്രമേ മുന്നിൽ ഉള്ളുവെങ്കിലും നഗരത്തിന്റെ വികസനത്തിനാകും പ്രഥമ പരിഗണന നൽകുകയെന്ന് ദീപക് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം UDFന് ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും അത് UDFന്റെ ഒരു ചെയർമാനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് വളരെ വികാരമായ കാര്യമാണ്. പക്ഷേ എന്തായാലും അത് തിരിച്ചു പിടിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. അതിന് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മുഴുവൻ കൂട്ടിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് അവസരം. തീർച്ചയായും വളരെ ചുരുങ്ങിയ സമയമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കണം എന്നുള്ള ആഗ്രഹമാണ്. കോൺഗ്രസ് വിമതനെ ചെയർമാനാക്കി 4 വർഷവും പിന്നീട് മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരുടെ പിന്തുണയോടെ 6 മാസവും LDF ഭരിച്ച നഗരസഭയാണ് തൊടുപുഴ. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ കഴിഞ്ഞതാണ് അവസാന ഘട്ടത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ UDFന് തുണയായത്. LDF ചെയർപേഴ്സണായിരുന്ന സബീന ബിഞ്ചുവിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതിനെ തുടർന്നാണ് നഗരസഭയിൽ പുതിയ ചെയർമാനെ തെരഞ്ഞെടുത്തത്.